ഹായ്, പലരും മറന്നു കിടക്കുന്ന ഒരു കാര്യമാണ് ആത്മീയ അവബോധം, അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിനെ എങ്ങനെയാണ് അതൊരു അവേക്കിംഗ് സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ കഴിയുക, എന്താണ് അതിൻ്റെ ശക്തി, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്ന ആ ഒരു ആത്മീയ തലത്തിൻ്റെ ശക്തി എന്താണെന്ന് പലർക്കും അറിയുന്നില്ല. ആത്മാവിലേക്ക് ഇറങ്ങുമ്പോൾ, അതിലൂടെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ, ആ ഒരു സ്പിരിച്വൽ ജേണിയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് അത്ഭുതങ്ങൾ സംഭവിപ്പിക്കാൻ കഴിയും. പല മാജിക്കുകളും പല അത്ഭുതങ്ങളും നമുക്ക് നേടാനാവും, നമുക്ക് കാണിക്കാനാവും. ഇത് സന്യാസിമാർക്കോ അല്ലെങ്കിൽ പ്രവാചകന്മാർക്കോ മാത്രമല്ല ചെയ്യുന്നത്, സാധാരണയായിട്ടുള്ള ആളുകൾക്കും ഇത് ചെയ്യാൻ കഴിയും. ഇനി ആത്മീയ തലം ഉണർത്തുന്നതിലൂടെ ഒരുപാട് ബെനിഫിറ്റ്സ് നമുക്കുണ്ട്. എന്നാൽ നമ്മൾ കാണുന്നതെല്ലാം അത്രയും മനോഹരമാവുകയും നമ്മുടെ ഉള്ളിലെ നമുക്ക് തിരിച്ചറിയാനും നമ്മുടെ ശക്തിയെ നമുക്ക് തിരിച്ചറിയാനും നമ്മൾ ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കാനും നമ്മുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാനും അതുപോലെ ഈ സമൂഹത്തിന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനും കഴിയും എന്നുള്ളതാണ്. നമ്മൾ ആത്മീയമായി നമ്മളെ ഉണർത്തുന്നത് വഴി, ആത്മീയതയിലേക്ക് പോകുന്നത് വഴി, ആത്മീയത എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക, നമുക്കായിട്ട് അല്ലെങ്കിൽ നമ്മൾ സെൽഫിഷായിട്ട് നമ്മൾ ഒരു ഭാഗത്ത് മാത്രം ഇരുന്ന് നമ്മൾ ചെയ്യേണ്ടതല്ല, അല്ലെങ്കിൽ ഈ ലോകത്തിൽ കൂടി നന്മയുള്ള കാര്യങ്ങൾ നമ്മൾ അതിലൂടെ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ സന്യാസത്തിന് പോവുക, അല്ലെങ്കിൽ നമ്മൾ ഹിമാലയത്തിൽ കയറി അവിടെ സന്യസിക്കുക, അല്ലെങ്കിൽ തപസ് ചെയ്യുക എന്നുള്ളതല്ല ആത്മീയത എന്ന് പറയുമ്പോൾ. അല്ലെങ്കിൽ നമ്മൾ ദൈവത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക എന്നുള്ളതല്ല. നമ്മുടെ ഗ്രോത്തിന് വേണ്ടി നമ്മൾ ആത്മാവിലേക്ക് ഇറങ്ങുക, അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള ഒരു ഗ്രോത്തിന് വേണ്ടി വർക്ക് ചെയ്യുക, ആ ഒരു ജേണിയിലൂടെ കടന്നു പോവുക എന്നുള്ളതാണ്. നമ്മൾ 3 എലമെൻറ്റ്സ് കൂടിയിട്ടുള്ളതാണ് അല്ലേ, മൈൻഡ്, ബോഡി, സോൾ എന്ന് പറയും. ഈ 3 എലമെൻറ്റ്സും കൂടുമ്പോൾ നമുക്ക് എന്താണ് നമ്മൾ സക്സസ് എന്ന് പറയുന്നത്. നമ്മൾ മനസ്സിൽ വർക്ക് ചെയ്യുന്നുണ്ടാവാം, നമ്മുടെ ബോഡിയിൽ വർക്ക് ചെയ്യുന്നുണ്ടാവാം, പക്ഷേ നമ്മൾ ആത്മീയതയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ സോളിലൂടെ നമുക്ക് വർക്ക്